Carl-Pearson's coefficient of correlation, direct method and product moment method. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ രണ്ട് മെഷേഴ്സ് ഓഫ് കോറിലേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം ആൻഡ് ദ അതർ വൺ ഇസ് ഗ്രാഫിക് മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. ബ്രിട്ടീഷ് ബയോമെട്രീഷ്യൻ പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ് ഈ ഒരു മെത്തേഡ് ഓഫ് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് മെത്തേഡ്സും ഗ്രാഫിക് മെത്തേഡ്സ് ആയിരുന്നു. അതായത് അവിടെ ന്യൂമറിക്കൽ വാല്യൂസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതൊരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. ഇവിടെ നമ്മളൊരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചാണ് രണ്ട് ലീനിയർലി റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് കാണുന്നത്. അതായത് രണ്ട് വേരിയബിൾസിൻ്റെ കോറിലേഷൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് ഈ ഒരു മെഷറിലൂടെ കിട്ടുന്നത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. ദ വാല്യൂ ഓഫ് R ലൈസ് ബിറ്റ്വീൻ പ്ലസ് ആൻഡ് -1. അപ്പോൾ വാല്യൂ ഓഫ് R 1 ആണെങ്കിൽ ദർ ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ആറിൻ്റെ വാല്യൂ ഒരിക്കലും 1ന് മുകളിലേക്ക് പോവില്ല. മാക്സിമം വാല്യൂ ആണത് 1 എന്ന് പറയുന്നത്. അപ്പം 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് വേരിയബിൾസ് തമ്മിലുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കോറിലേഷനാണ് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് ആറിൻ്റെ വാല്യൂ 0നെക്കാട്ടിലും കൂടുതലും 1നെക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്കതിനെ ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇനി ആറിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ അതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ആറിൻ്റെ വാല്യൂ 0നെക്കാട്ടിലും കുറവും പക്ഷേ -1നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. If the value of R is equal to 0, then there is no correlation between the variables. Carl-Pearson's coefficient of correlation R is equal to n sigma xy minus sigma x into sigma y whole divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഇവിടെ എക്സും വൈയും എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ഫസ്റ്റ് വേരിയബിളിൻ്റെ വാല്യൂസാണ്. വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയബിളിൻ്റെ വാല്യൂസാണ്. എൻ ഇസ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുന്നതാണ് സിഗ്മ എക്സ്, സമ്മേഷൻ ഓഫ് ദ എക്സ് വാല്യൂസ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ സിഗ്മ എക്സും സിഗ്മ വൈയും ഇല്ലേ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഡിനോമിനേറ്ററിൽ പറഞ്ഞേക്കുന്ന സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയറും ഡിഫറെൻ്റ് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയർ കണ്ടതിന് ശേഷം അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ സിഗ്മ എക്സ് ഇല്ലേ, ആ സിഗ്മ എക്സിനെ സ്ക്വയർ ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസിനെ എല്ലാം സ്ക്വയർ ചെയ്യുക, അത് ആഡ് ചെയ്യുക, അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ കിട്ടും. ഇനി സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ നമുക്ക് ആദ്യം കിട്ടിയല്ലോ, അതിനെ സ്ക്വയർ ചെയ്യുന്നതാണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആവും. നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്. അപ്പോൾ ഇവിടെ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള കോറിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ നിങ്ങളൊരു ടേബിളാക്കി മാറ്റുക. ഡിമാൻഡാണ് നമ്മളിവിടെ എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കുന്നത് ആൻഡ് പ്രൈസ് ഇസ് ദ വൈ വാല്യൂ. അപ്പം ആദ്യം ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിൽ എക്സ് വാല്യൂസ് എല്ലാം എഴുതുക. 20, 24, 32 അങ്ങനെ 60 വരെ. ഈ എക്സ് വാല്യൂസ് എല്ലാം സം ചെയ്യുമ്പോഴാണ് നമുക്ക് സിഗ്മ എക്സ് കിട്ടുന്നത്. നമുക്കിവിടെ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 230 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത കോളത്തിൽ ഈ എക്സ് വാല്യൂസിൻ്റെ സ്ക്വയർ കാണാം. 20 സ്ക്വയർ ഇപ്പം 400 കിട്ടും. 24ൻ്റെ സ്ക്വയർ 576, അങ്ങനെ 60 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാം. അത് കഴിഞ്ഞിട്ട് സിഗ്മ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടുന്നത്. അത് നമുക്ക് 10036 എന്ന് കിട്ടും. ഇനി അടുത്ത കോളത്തിൽ വൈ വാല്യൂസ് എഴുതുക. വൈ വാല്യൂസിൻ്റെ സം കണ്ടുപിടിക്കുക. അതാണ് സിഗ്മ വൈ. സിഗ്മ വൈ നമുക്ക് 69 എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ വൈയുടെയും സ്ക്വയർ കണ്ടുപിടിക്കുക. 9 9s are 81, 10 × 10 100, 11 × 11 121, അങ്ങനെ നിങ്ങൾ 14 വരെ കണ്ടുപിടിക്കുക. 196 വരെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ സം ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്മ വൈ സ്ക്വയർ കിട്ടും. സിഗ്മ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 811. ഇനി നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ളത് എക്സ് വൈ ആണ്. എക്സ് വൈ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് ഇൻറ്റു വൈ ചെയ്യുക. അതായത് 20 × 9 ചെയ്യുമ്പോൾ 180 കിട്ടും.
24 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 240 കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്യുക. 32 ഇൻറ്റു 11, 44 ഇൻറ്റു 12, 50 ഇൻറ്റു 13, 60 ഇൻറ്റു 14. അത് കഴിഞ്ഞിട്ട് ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടെ സം ചെയ്യുക. സിഗ്മ XY ഈസ് ഈക്വൽ ടു 2790 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് നിങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R is equal to n sigma xy minus sigma x into sigma y whole divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ NXY ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. N എത്രയാണെന്ന് നമുക്കറിയാം, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയുണ്ട്? 6 ആണ്. സോ 6 ഇൻറ്റു സിഗ്മ XY 2790 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്. അപ്പോൾ സിഗ്മ എക്സ് എത്രയാണെന്ന് ടേബിളിലേക്ക് നോക്കുക. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 230 ആണ്. ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 69 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6 ഇൻറ്റു, അതായത് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ് വാല്യൂസിനെ എല്ലാം സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ചതാണ്. അത് നമുക്ക് 10036 എന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എത്രയാണെന്ന് നമുക്കറിയാം, 230 ആണ്. അതിനെ സ്ക്വയർ ചെയ്യാം. അതുപോലെ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ 811 ആണ്. ഇവിടെ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈ വാല്യൂസിനെ എല്ലാം സ്ക്വയർ ചെയ്തതിന് ശേഷം സം കണ്ടുപിടിച്ചതാണ്. മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ നമുക്കറിയാം 69 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 16740 മൈനസ് 15870 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6 ഇൻറ്റു 10036 ചെയ്യുമ്പോൾ 60216 കിട്ടും. മൈനസ് 230യുടെ സ്ക്വയർ 52900 ആണ്. അത് കഴിഞ്ഞിട്ട് 6 ഇൻറ്റു 811 ചെയ്യുമ്പോൾ 4866 കിട്ടും. മൈനസ് 69ൻ്റെ സ്ക്വയർ 4761 ആണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 0.993 എന്നാണ് കിട്ടുന്നത്. 0.993 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നിയർ ടു 1. 1നോട് ഏറ്റവും അടുത്താണ്. അപ്പോൾ 1 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. പക്ഷേ ഇറ്റ് ഈസ് നിയർ ടു 1. So we can say that there is high degree of positive correlation between demand and price. ഈ കാൾ പിയേഴ്സൻ്റെ തന്നെ പ്രൊഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് R is equal to സിഗ്മ XY ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇവിടെ സ്മോൾ ലെറ്റർ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എക്സ് മൈനസ് എക്സ് ബാർ. അതായത് ഓരോ ഒബ്സർവേഷൻസും നമ്മൾ എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്യുകയാണ്, എക്സ് മൈനസ് എക്സ് ബാർ. അതുപോലെ വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നറിയാമല്ലോ. അപ്പോൾ എക്സിൻ്റെ മീൻ ആണെങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. വൈയുടെ മീൻ ആണെങ്കിൽ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇസ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി സിഗ്മ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ എക്സ് സീരീസ് ആണ്. സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ചെയ്താൽ മതി. അതുപോലെ സിഗ്മ വൈ ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ വൈ സീരീസ് ആൻഡ് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. From the following data, calculate the Karl-Pearson's coefficient of correlation between the amount of sales and the number of units sold. അപ്പോൾ amount of sales ലാക്സിലാണ് തന്നേക്കുന്നത്. and the number of units sold is given in thousands. ആദ്യം ഈ ക്വസ്റ്റിനെ ഒരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ എക്സ് വാല്യൂസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിഗ്മ എക്സ് കണ്ടുപിടിക്കുക. സിഗ്മ എക്സ് നമുക്ക് 700 കിട്ടും. ഇതുപയോഗിച്ച് നിങ്ങൾ എക്സിൻ്റെ മീൻ കണ്ടുപിടിക്കുക. മീൻ എങ്ങനെയാണ് കിട്ടുന്നത്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സോ 700 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? ഇവിടെ 10 ആണ് എൻ. സോ 700 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 70. ഇനി നിങ്ങളുടെ എക്സ് സീരീസിലുള്ള ഓരോ വാല്യൂസിൽ നിന്നും ഈ മീൻ കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ ആദ്യം 50 മൈനസ് 70 ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് -20. പിന്നെ 60 മൈനസ് 70 -10 കിട്ടും. 55 മൈനസ് 70 -15. ഇങ്ങനെ 80 വരെയുള്ള ഒബ്സർവേഷൻസിൽ നിന്നും ഈ 70 മൈനസ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ച പുതിയ വാല്യൂസ് ആണ്. ഇനി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ -20യുടെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക. 400.
ദെൻ -10 100 -15 225. അങ്ങനെ 10 വരെയുള്ള ഒബ്സർവേഷൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 100 കിട്ടും. ഇനി ഇതുപോലെ തന്നെ വൈ സീരീസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ വൈ സീരീസിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും അതിൻ്റെ മീൻ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ ആദ്യം സിഗ്മ വൈ ചെയ്യുക. സിഗ്മ വൈ ചെയ്യുമ്പോൾ 150 കിട്ടും. അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 150 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ വൈ സീരീസിലെ മീൻ എത്ര കിട്ടി, 15 കിട്ടി. ഇനി ഈ 15 വൈയുടെ ഓരോ ഒബ്സർവേഷൻസിൽ നിന്ന് നിങ്ങൾ കുറയ്ക്കുക. സോ 10 - 15 = -5. Then 14 - 15 = -1. 15 - 15 = 0. അങ്ങനെ 19 വരെയുള്ള ഒബ്സർവേഷൻസിൽ നിന്നും നിങ്ങൾ വൈയുടെ മീൻ കുറയ്ക്കുക. അതിനുശേഷം എന്താ കണ്ടുപിടിക്കേണ്ടത്, വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇനി നിങ്ങളുടെ വൈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ച വൈ ആണ്. അപ്പോൾ വൈ സ്ക്വയർ ചെയ്യുമ്പോൾ -5ൻ്റെ സ്ക്വയർ 25, ദെൻ -1ൻ്റെ സ്ക്വയർ 1. അങ്ങനെ നിങ്ങൾ 4 വരെയുള്ള ഒബ്സർവേഷൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 4 സ്ക്വയർ ലാസ്റ്റ് നിങ്ങൾക്ക് 16 കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറിൻ്റെ ആവശ്യം നമുക്ക് ഇക്വേഷനിലുണ്ട്. അപ്പം സിഗ്മ എക്സ് സ്ക്വയറും ചെയ്യുക, സിഗ്മ വൈ സ്ക്വയറും ചെയ്യുക. സിഗ്മ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1400 കിട്ടും. ആൻഡ് സിഗ്മ വൈ സ്ക്വയർ = 102. ഇനി നമുക്ക് വേണ്ടത് എന്താ, എക്സ് വൈ ആണ്, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച എക്സും വൈയും ആണ്. നമ്മുടെ ശരിക്കും ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എക്സും വൈയും അല്ല എടുക്കേണ്ടത്. നമ്മൾ x - x ബാറും y - y ബാറും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സും വൈയും ഇല്ലേ, അതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ -20 ഇൻറ്റു -5 ചെയ്യുക. അപ്പോൾ നമുക്ക് 100 കിട്ടും. ദെൻ -10 ഇൻറ്റു -1 ചെയ്യുക, 10 കിട്ടും. അങ്ങനെ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടുപിടിക്കുക, 40 വരെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഇക്വേഷനിൽ ആവശ്യമുള്ളത് സിഗ്മ എക്സും സിഗ്മ വൈയും ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x = √(sigma x² / n). അപ്പം സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1400 ആണ്. അപ്പോൾ √1400 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് √140 കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 11.83. അതുപോലെ സിഗ്മ വൈയും കണ്ടുപിടിക്കുക. സിഗ്മ വൈ √(sigma y² ഡിവൈഡഡ് ബൈ n). അത് ചെയ്യുമ്പോൾ നമുക്ക് 3.19 കിട്ടും. ദെൻ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. R = sigma xy ഡിവൈഡഡ് ബൈ n sigma x ഇൻറ്റു sigma y. sigma xy എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്, 270 ഡിവൈഡഡ് ബൈ n = 10 ഹിയർ ഇൻറ്റു sigma x ഇൻറ്റു sigma y. sigma x എന്ന് പറയുന്നത് 11.83, sigma y = 3.19. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.715 എന്ന് ആൻസർ കിട്ടും.